നാണിക്കാണ്ട് കഴിക്കടാ. ആശാനെ ആങ്ങളച്ചക്കനെ കണ്ടില്ലോ. അവനെന്തോ അത്യാവശ്യത്തിന് പുറത്തു പോയിരിക്കാൻ. കഴിക്ക്. കഴിക്ക്. അല്ല മൈക്കിളെ, നീശു ഒരു നല്ല ദിവസമായിട്ട് അവന് കുടുംബത്ത് നിന്നൂടെ? എന്നെ നാട്ടിക്കാൻ അവൻ എവിടെ പോയി കിടക്കാനാവോ? എടാ അപ്പോ ഇഷ്ടു അവർക്കെടുത്ത് കൊടുക്കണ്ട ജോസൂട്ടി. എടാ കൊറേ അങ്ങോട്ട്. കഴിക്ക്. തീറ്റയും കുടിയൊക്കെ പുറത്തു നടന്നോട്ടെ. വീടിനകത്തുള്ള എല്ലാരും വെളിയിലേക്ക് ഇറങ്ങണം. നിങ്ങളാരാ? വാസ്കോഡിഗാമ ഒന്നും പറഞ്ഞില്ലായിരുന്നോ? ബാങ്കിൽ നിന്നാ വീടിന്റെ ആധാരം പടയം വെച്ച് മോൻ ലക്ഷങ്ങൾ എടുത്തിട്ട് കാലങ്ങൾ കുറയായി. അതുകൊണ്ട് ഈ വീട് ജപ്തി ചെയ്യാമെന്നതാ. നോക്കി നിൽക്കാതെ എല്ലാത്തിനും പിടിച്ച് പുറത്തിറക്കടാ. സാറേ, സാറേ, എന്റെ മോളുടെ മനസ്സമ്മതത്തിന്റെ ചടങ്ങുകൾ നടക്കുകയാണ്. ദേവി ഇത് അല്പം മനസാക്ഷി കാണിക്കണം. മനസാക്ഷി? തന്റെ മോൻ എന്തെങ്കിലും മനസാക്ഷി ഉള്ളോടോ? അവനും കൂട്ടരും ചേർന്ന് എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്റെ മോനെ അപകടപ്പെടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മനസാക്ഷി കാണിക്കണം അല്ലേ? കൂട്ടി സീൽ വെക്കണം. മക്കളെ ആവശ്യത്തിൽ കൂടുതൽ ആളിച്ച് വളർത്തിന്റെ ദോഷമായി അനുഭവിക്കുന്നേ. തല്ലേണ്ട പ്രായത്തെ അവരെ തല്ലി തന്നെ വളർത്തുമായിരുന്നു. ആണോ? ചെറുക്കനും ബന്ധുക്കൾ ഇറങ്ങിപ്പോയി. ഇനി എന്റെ മോളുടെ കെട്ട് നടക്കുമെന്ന് അറിയില്ല. എല്ലാവരുടെ മുമ്പിലും ഞാൻ നാണം കെട്ടു. എല്ലാം ഞാൻ സഹിക്കാം. പക്ഷെ കള്ളം പറഞ്ഞ് നീ എന്നെ ചതിച്ചത് അത് ഞാൻ സഹിക്കൂലടാ. ഇന്ന് വരെ ഇവന്റെ എല്ലാ കൊലരായ്മയ്ക്കും കൂട്ടുന്നവനാ ഞാൻ. പക്ഷെ ഇവൻ അപ്പഴേ ചതിക്കുന്നവനാണോ? ഇങ്ങനൊരു മോൻ എനിക്കിനി വേണ്ട. ഇനി ഇവനും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വാ മക്കളെ. തലതിരിഞ്ഞ് ആ മക്കളുള്ള തന്തമാരൊക്കെ പെരുവഴിയില്ല. എന്റെ മോൻ അപ്പനെയും പെങ്ങന്മാരെയും ദേ പെരുവഴിയിലേക്ക് ഇറക്കുക. എടാ ഈ അറമ്പറ്റി പടം നിർത്തണ്ട. നീ പോടാ അങ്ങട് പോട്ടെ തലേ. ഇത് തലയുടെ സ്വന്തം വീടാന്ന് കരുതിയാ മതി. തന്തയും തള്ളയും പോയതിനു ശേഷം എനിക്ക് ഇവിടെ ആകെ കൂട്ടുള്ളതാ ഈ സൈനുവാ. നിങ്ങളുടെ ആരുടെ വീട് ജപ്തി ചെയ്താലും നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരുന്ന്. നമുക്ക് ഇവിടെ താമസിക്കാം. എന്നിട്ട് ഈ വീട് ജപ്തി ചെയ്യുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ വേറെ എങ്ങാടെങ്കിലും പോവാ. എന്നാലും ഓരോന്ന് ഓർക്കുമ്പോ മനസ്സിൽ നിന്ന് വിഷമം അങ്ങോട്ട് മാറുന്നില്ലടാ. തല വിഷമിക്കാതിരിക്കി. എല്ലാത്തിനും പരിഹാരം കാണാൻ വേണ്ടിയാണല്ലോ പടക്കം പോയിരിക്കണത്. പോയ കാര്യം നടക്കോടാ. തല ടെൻഷൻ അടിക്കണ്ട. ഇനി ബഷീർക്ക് വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ എന്റെ പരിചയത്തിൽ വേറെ ആളുണ്ട്. പടക്കം ഒരു കാര്യത്തിന് പോയാ ഇനി ഗുണ്ടായുസം കാണിച്ചിട്ടാണെങ്കിലും അത് നടത്തിയിട്ട് വരൂ. ഇനി കിട്ടാതിരിക്കോടാ. എന്റെ തലേ കിട്ടും. എനിക്കങ്ങോട്ടും എന്റെ തലയൊന്ന് സങ്കടപ്പെടാണ്ടിരിക്കുന്നു.
കിട്ടിയ കിട്ടിയ ഒന്നാം തീയതി അതുകൊണ്ട് ബാറൊക്കെ അവധി. ഒരൊറ്റ മിലിറ്ററി കാർഡിൽ സ്റ്റോക്കില്ല. കൊച്ചന്തോ ചേട്ടന്റെ വീട്ടിൽ ചെന്നപ്പോ അയാൾ ഒരാഴ്ചയായി കട്ടിലേല് വലിച്ചു കിടക്കുക. മക്കളാണെ വട്ടം കൂടി ഇന്ന് ചർച്ചയാ. ഇന്ന് ചാവോ നാളെ ചാവോ, ഇന്ന് ചാവോ നാളെ ചാവോ. ചത്താലും ചത്തിലേല് നാളെ രാവിലെ 10 മണിക്ക് ശവം അടക്കുന്ന ഒരു മോൻ. ആ തക്കത്തിന് ഞാൻ അകത്ത് കയറി അലമാരുന്ന സാധനം ആരെങ്കിലും കണ്ടാലല്ലേ കാശ് കൊടുക്കണ്ടേ? മദ്യം നിനക്ക് ഹറാമാണല്ലോ. അതെ. അങ്ങനെ ഒരാള് പറഞ്ഞു കിട്ടി. അല്ല ബഷീർക്കാക്കി ഹറാമൊന്നുമില്ലേ? എന്റെ ഫാദർ മുസ്ലിമും മദർ ക്രിസ്ത്യാനിയും അല്ലേ? അതുകൊണ്ട് എനിക്ക് ആപ്പ് കഴിക്കാം. ഓപ്പൺ ചെയ്യടാ. ഇവൻ എങ്ങനെ കാണിക്കണേ? കടിച്ചു തിന്നണേ. വണ്ടി പോണേന് മുമ്പ് നമുക്ക് വടിച്ചെടുക്കടാ. എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. കൂടപ്പുറപ്പെടുത്തൻ അകത്ത് പോയി കിടക്കുക. തന്തയും പെങ്ങന്മാര് പെരുവഴിയിലും. ഇതെല്ലാം ഓർക്കുമ്പോ മനസ്സുകളിൽ പിടയാണ്. എന്തെങ്കിലും വിഷം കഴിച്ച് ബോധം കെടാമെന്ന് വിചാരിച്ച മതി. അതിന് സമ്മതിക്കില്ല. നിനക്കൊന്നും അറിയില്ല എന്റെ അപ്പൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവുന്നു. എന്റെ അമ്മച്ചി മരിച്ചതിന് ശേഷം എന്നും ഞങ്ങൾ ഒരുമിച്ചിരുന്ന ആഹാരം കഴിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാനില്ലാത്തതുകൊണ്ട് എന്റെ അപ്പൻ ജലപാനം പോലും ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, ചാറിങ് ഒഴിച്ച മോളെ. നിങ്ങൾ കൂടി കഴിക്കാൻ പാടില്ലേ? ഞങ്ങൾ കഴിച്ചോളാം. മീനില്ലാത്തോണ്ട് ഒരു സുഖമില്ല. ആശാനെ ഒരു കൈ ഇരിക്കുന്നോ? ആ കളി എനിക്ക് അറിയില്ലടാപ്പാ. ഒരു കളി ജയിച്ചാ വീട്ടുപാടെങ്കിലും കൊടുക്കാം. ഓ, അത് കളിക്കാതെ തന്നെ ഞാൻ കൊടുത്തോളാം. എന്നാലും ആശാന്റെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടാ. മോനൊരു ചരിത്ര പുരുഷനാകുമെന്ന് കരുതി വാസ്കോഡ ഗാമ എന്ന് പേരിട്ട്. പക്ഷെ അവനുള്ള കിടപ്പാടവും കളഞ്ഞു, പെങ്ങടെ കല്യാണം ഒഴിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴത്തെ കാലം അതാ. അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേനയായിട്ട് കുറെ എണ്ണങ്ങളുണ്ടെന്നേ. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം. നിന്റെ മോനൊരു രോഗം വന്നാ നീ നാട് കടത്തോടാ. എടാ, ഇതും ഒരു രോഗം തന്നെ. ചെറുപ്പത്തിലെ ചികിത്സിക്കേണ്ടതായിരുന്നു. ഞാൻ അത് ചെയ്തില്ല. അതാ എനിക്ക് പറ്റിയ തെറ്റ്. ഡാ, എന്നാലും എന്റെ മകൻ കള്ളനും കൊലപാതകമൊന്നും ആയില്ലല്ലോ. കൂട്ടുകാർക്ക് വേണ്ടി മുന്നും പിന്നും നോക്കാതെ ഓരോന്നും ചെയ്ത് കുഴപ്പത്തിലായതാ. നിങ്ങൾ നോക്കിക്കോ, അവൻ നന്നാവും. ഇല്ലെങ്കിൽ ഞാൻ അവനെ നന്നാക്കിയെടുക്കും. കാശ് വെച്ച് ചീട്ട് കളിക്കാതെ ആദ്യം നീയൊക്കെ ഒന്ന് നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കേ. നാട് കടത്തും പോലും. ഷെടാ, ഇപ്പൊ വാദി പ്രതിയായ ഇയാളുടെ മോനിപ്പോ നന്നാകും. പെങ്ങളുടെ മോനൊരുത്തൻ നന്നാകാൻ പോയിട്ട് ഇപ്പൊ അകത്ത് കിടക്കുന്ന കണ്ടില്ലേ?